ഹായ് ഡിയേഴ്സ്, നമ്മുടെ ഫെൻഡിയുടെ മെറ്റീരിയൽ വെച്ച് സ്റ്റിച്ച് ചെയ്തിട്ടുള്ളതാണ്. നമ്മൾ പെരുമ്പാലുള്ള ഒരു കസ്റ്റമറിന് വേണ്ടി ചെയ്തിട്ടുള്ളതാണ് കേട്ടോ. ഫീഡിംഗ് സിബ് കൊടുത്ത് ചെയ്തിട്ടുള്ളതാണ്. ഫീഡിംഗ് സിബ് അവർ പറഞ്ഞതനുസരിച്ചിട്ട് ചെയ്തതാണ് കേട്ടോ. ഫീഡിംഗ് സിബ് വെച്ചിട്ട് നമ്മുടെ ഫെൻഡി ക്രഷിന്റെ മെറ്റീരിയലാണ് ഇത് വെച്ച് സ്റ്റിച്ച് ചെയ്തിട്ടുള്ള ഫോട്ടോസ് ഉണ്ടെങ്കിൽ ഇടാൻ കുറെ പേര് പറയുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ നമ്മൾ വിചാരിച്ചു ഈ ഫ്രോക്കിന്റെ ഇതൊരു ഫുൾ ഗൗൺ ആണ്, അതിന്റെ വീഡിയോ ആയിട്ട് ചെയ്യാന്ന് വിചാരിച്ചു. സ്ലീവ് നമ്മളിത് ഇങ്ങനെ അംബ്രല്ല സ്ലീവ് ആണ് കൊടുത്തിട്ടുള്ളത്. ലൈനിങ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഫീഡിംഗ് സിബും കൊടുത്തിട്ടുണ്ട്. മറ്റു പ്രത്യേകിച്ച് ഒന്നുമില്ല, ചെറിയ ചെറിയ ഫ്രിൽസ് കൊടുത്ത് ചെയ്തിട്ടുള്ളതാണ് കേട്ടോ. നമുക്ക് നെക്സ്റ്റ് ഒരെണ്ണം കണ്ടാലോ. ഇതുപോലെ തന്നെ നമ്മുടെ ഫെൻഡി വെച്ചിട്ട് ചെയ്തിട്ടുള്ള വേറൊരു ഫ്രോക്കാണ് കേട്ടോ. ഇത് അതിന്റെ ഫൈനൽ ലുക്ക് ഇങ്ങനെ വരും. ഇത് നമ്മൾ മെറ്റീരിയൽ ആയിട്ട് വീഡിയോയിൽ കൊണ്ടുവന്നിട്ടുള്ളതാണ് കേട്ടോ. ഇതും ഫീഡിംഗ് സിബ് വെച്ചിട്ട് സെയിം ആൾക്ക് തന്നെ ഉള്ളതാണ്. ഫീഡിംഗ് സിബ് വെച്ചിട്ടാണ് ഇതും ചെയ്തിട്ടുള്ളത്. ഇതിന് നോർമൽ സ്ലീവ്സ് ആണ് കൊടുത്തിട്ടുള്ളത്. സ്ലീവ് സാധാ 3/4 വെച്ചിട്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ നമ്മൾ ചെറിയ പോട്ട്ലി ബട്ടൺസ് പോലെ പേൾ ബീഡ്സും കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ഫ്രിൽസ് കൊടുത്തിരിക്കുന്നത് എന്താണ് ബോക്സ് പ്ലീറ്റ് കൊടുത്തിട്ട് അതിന്റെ ഉള്ളിലൂടെ ചെറിയ ഗാദേഴ്സ്, വീണ്ടും ചെറിയ ഗാദേഴ്സ് പോലെ ചെറിയ പ്ലീറ്റ്സ് കൊടുത്തേക്കാണ് കേട്ടോ. ഇതും ഫീഡിംഗ് സിബ് അറ്റാച്ച് ചെയ്തിട്ട് സെയിം ആൾക്ക് തന്നെ നമ്മൾ ചെയ്തിട്ടുള്ളത് കേട്ടോ. അപ്പൊ നമുക്ക് ഈ മെറ്റീരിയൽ വെച്ചിട്ട് ഒരു ഗൗൺ ഇതുപോലെ തന്നെ ഒരു ഫുൾ ഗൗണിന് കൂടി ഓർഡർ ഉണ്ട്. നമ്മളത് ചെയ്ത് കഴിയുമ്പോൾ കാണിച്ചു തരാമേ. നല്ല രസമാണ്. ഈ മെറ്റീരിയൽസിന്റെ പ്രത്യേകത വീഡിയോയിൽ കാണുന്നത് പോലെ ഫോട്ടോയിൽ കാണുന്നത് പോലെ ഒന്നുമല്ല. നമ്മുടെ കയ്യിൽ കിട്ടി കഴിയുമ്പോഴാണ് ഇതിന്റെയൊക്കെ ഭംഗി നമുക്ക് മനസ്സിലാവുന്നത്. നല്ല രസമാണ് കേട്ടോ. നല്ല ഭംഗി ഇത് നേരിൽ കാണാൻ നല്ല രസമാണ്. പാർട്ടി വെയർ ആയിട്ട് നമുക്ക് തീർച്ചയായിട്ടും ചൂസ് ചെയ്യാവുന്ന ഒരു ഐറ്റം തന്നെയാണ് കേട്ടോ ഇത്. മറ്റ് ആദ്യം കാണിച്ച ഫ്രോക്ക് ആയാലും അതിന്റെ ഒക്കെ നമുക്ക് എടുത്തിട്ടുള്ള ആളുകൾ നമുക്ക് ശരിക്കും പേഴ്സണൽ ആയിട്ടാണ് അതിന്റെ കമന്റ്സ് പറഞ്ഞിട്ടുള്ളത്. അത് യൂട്യൂബിൽ തന്നെ അതിന്റെ കമന്റ്സ് ഇടാണെങ്കിൽ ബാക്കിയുള്ളവർക്കും കൂടി നമുക്ക് അത് മനസ്സിലായേനെ. അപ്പോൾ ഇനിയും പർച്ചേസ് ചെയ്യാത്തവരുണ്ട് എങ്കിൽ പർച്ചേസ് ചെയ്യാട്ടോ. നല്ല സൂപ്പർ മെറ്റീരിയൽ ആണ്. പിന്നെ നമുക്ക് നമ്മുടെ ഇതിന്റെ അടി നമ്മൾ ഇതുപോലെ എൻഡിൽ നമ്മളിത് 6 ആക്കി ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇതാണ് നമ്മൾ ചെയ്തിട്ടുള്ള മറ്റൊരു മെറ്റീരിയൽ കേട്ടോ. മെറ്റീരിയൽ അല്ല, മറ്റൊരു ഫ്രോക്ക്. സെയിം മെറ്റീരിയലിൽ വേറെ ഫ്രോക്ക് ചെയ്തിട്ടുള്ളതാണ്. ഇതിൻ്റെ അടിയിൽ അംബ്രല്ല ഫ്രോക്ക് അടിച്ചിട്ട് അടിയിൽ 6 ആക്കി ചെയ്തിട്ട് ചെറിയ ഫ്രിൽസ് കൊടുത്തേക്കാണ് കേട്ടോ. അതുപോലെ വീനക്ക് കൊടുത്ത് അവിടെയും യോക്കിലും ചെറിയ പ്ലീറ്റ്സ് കൊടുത്തേക്കാണ്. പിന്നെ ചെറിയൊരു പഫ് സ്ലീവ് കൊടുത്തിട്ട് നമ്മളതിൻ്റെ എൻഡിലൊരു പടി കൊടുത്തേക്കാണ്. പിന്നെ ബെൽറ്റും കൊടുത്തിട്ടുണ്ട് കേട്ടോ. ബെൽറ്റ് അറ്റാച്ച് ചെയ്തിട്ടുള്ളതല്ല കേട്ടോ, ചുമ്മാ വെച്ചിട്ടുള്ളതാണ്. അത് നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ ഇടാം, അല്ലെങ്കിൽ മാറ്റി വെക്കാവുന്ന രീതിയിൽ ചെറിയൊരു ബെൽറ്റും കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് വീഡിയോസ് എടുക്കാൻ പറ്റിയില്ല, ജസ്റ്റ് ഫോട്ടോ എടുത്തിട്ട് ചെയ്യണതാണ് കേട്ടോ. നെക്സ്റ്റ് വരുന്നത് നമ്മുടെ സിബൂരി ക്രഷിൽ നമ്മൾ ചെയ്തിട്ടുള്ള ഒരു പലാസയും ടോപ്പുമാണ് കേട്ടോ. ഇത് നമ്മൾ ഇടുക്കിയിലുള്ള ഒരു കസ്റ്റമർക്ക് വേണ്ടി ചെയ്തതാണ്. ഒരു ലോങ് ടോപ്പും പലാസയാണ് വന്നിട്ടുള്ളത് കേട്ടോ. ഷോളും ചെയ്തിട്ടുള്ളത് ഈ സെയിം മെറ്റീരിയൽ വെച്ചിട്ടാണ്.